Dear students, next topic we are going to discuss is regarding capital budgeting process. Capital budgeting process എന്താണ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാം ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി 6 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അതിന് 6 പീസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറയുന്ന വൺ ഓഫ് ദ കോംപ്ലക്സ് പ്രോസസ്സാണ്, ഈസി അല്ല, ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ വന്നിട്ട് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വെരി ക്രൂഷ്യലാണ്. നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ് എല്ലാം ചെയ്തതിന് ശേഷം വേണം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യേണ്ടത്. കാരണം വൺസ് ഇത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, അത് കാരണം തന്നെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ മെയിൻലി 6 പീസ് ആണുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ സ്റ്റെപ്സിൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ജനറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രൊജക്റ്റ് ജനറേഷൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ. പ്രൊജക്റ്റ് ജനറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് പ്രൊപ്പോസൽസ് ഉണ്ടാവും, ഒരുപാട് പ്രൊജക്ട്സ് ഐഡിയാസ് ഉണ്ടാവും. ഈ ഒരുപാട് പ്രൊജക്ട് ഐഡിയാസിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രൊജക്ട് ഐഡിയാസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു 10 lakh rupees ഉണ്ട്. ഞാൻ ഈ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, എവിടെയെല്ലാം ആണ് ഈ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഷെയർസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം, അല്ലേ, എന്തെങ്കിലും ഒരു ഷോപ്സ് പർച്ചേസ് ചെയ്യും. ഇങ്ങനെ വേരിയസ് എന്തുണ്ടാവും, പ്രൊപ്പോസൽസ് ഉണ്ടാവും, പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ എന്തൊക്കെയാണ് വേരിയസ് പ്രൊജക്ട്സ് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെയാണ് പ്രൊജക്ട് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് ബിഗിൻസ് വിത്ത് ദ ജനറേഷൻ ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസിനെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദിസ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ കേപ്പബിൾ വിത്ത് ദ ഫേംസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു കാര്യം വെച്ച് പറഞ്ഞാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യണം. എന്നിട്ട് ഏറ്റവും കമ്പനിക്ക് സൂട്ട് ആവുന്നത്, കമ്പനിയുടെ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സിന് സൂട്ട് ആവുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ഏതൊക്കെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ആ കമ്പനി എന്ത് ചെയ്യണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സെർച്ച് ചെയ്ത് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്ട് സ്ക്രീനിങ്. പ്രൊജക്ട് സ്ക്രീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 10 lakh rupees ഉണ്ട്, എൻ്റെ അടുത്ത് വേരിയസ് ഈ പ്രൊജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വേരിയസ് പ്രൊപ്പോസൽസ് ഉണ്ടാവും. ഈ വേരിയസ് പ്രൊപ്പോസൽസിനെ ഞാൻ എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം, പ്രിലിമിനറി സ്റ്റഡി ചെയ്യണം. ദാറ്റ് ഈസ് എനിക്ക് സൂട്ടാവുന്ന തരത്തിൽ ഏതാണ്, എനിക്ക് എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്, ഓരോന്നാലും എത്രത്തോളം പ്രോഫിറ്റബിൾ കിട്ടും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, സ്ക്രീൻ ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് പ്രൊജക്ട് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇൻ കേസ് ഓഫ് കമ്പനിയുടെ കേസും എന്താണ്, കമ്പനിക്ക് ABC പറഞ്ഞിട്ട് വേരിയസ് പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ട്സിനെയൊക്കെ എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. ഓക്കെ, കമ്പനിക്ക് സൂട്ടാവുന്ന പ്രൊജക്ട് ഏതാണെന്നുള്ളത് സ്റ്റഡി സ്ക്രീനിങ് ചെയ്യുന്നതാണ് സെക്കൻഡ് പ്രിലിമിനറി സ്ക്രീനിങ്. ഫസ്റ്റ് സ്റ്റേജ് ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല, ജസ്റ്റ് നമ്മളൊന്ന് റഫായിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ട് സ്ക്രീനിങ് എന്ന് പറയുന്നത്. Okay, each proposal is then subject to a preliminary screening process in order to assess whether it is technically feasible, resources required are available, and the expected return and adequate to compensate for the റിസ്ക് ഇൻവോൾവ്. അപ്പോൾ ഈ പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ നമുക്ക് എന്താ നോക്കുന്നത്, ഈ കമ്പനി നമുക്ക് വന്ന് ടെക്നിക്കലി ഫീസിബിൾ ആണോ, അതേപോലെ നമ്മളുടെ റിസോഴ്സസ്, നമ്മളുടെ അടുത്ത് എത്രത്തോളം റിസോഴ്സസ് അവൈലബിൾ ആണ്, ഈ ഓരോ പ്രൊജക്റ്റിനും എത്ര ഫണ്ടിൻ്റെ ഇതാണ് ഉള്ളത്, എന്താ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഏതൊക്കെയാണെന്നുള്ളത്, റിട്ടേൺ എത്രത്തോളം വരും, എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഏത്, പ്രൊജക്ട് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് എന്തുണ്ട്, 10 lakh rupees ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത പ്രൊജക്ട് A, പ്രൊജക്ട് B, പ്രൊജക്ട് C പറഞ്ഞിട്ട് 3 പ്രൊജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. ഇതിൽ എനിക്ക് സൂട്ടബിൾ ആവുന്ന പ്രൊജക്ട് ഏതാണ്, ഓരോ പ്രൊജക്റ്റിലും എത്രത്തോളം, ഇപ്പോൾ പ്രൊജക്ട് Aയിൽ വന്നിട്ട് 50 lakhs
ലാക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എത്ര ഉള്ളത്? ആകെ 10 lakh rupees ഉള്ളൂ. അപ്പോൾ പ്രൊജക്ട് എ എനിക്ക് വേണ്ട, അവിടെ തന്നെ വെച്ച് പ്രൊജക്ട് എയിന് എന്ത് ചെയ്യണം, ഞാൻ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അതേപോലെ റിസ്കിനെ നോക്കണം. ഇപ്പോൾ പ്രൊജക്ട് ബി വന്നിട്ട് ഹൈലി റിസ്ക് ആണ്, എന്നെ കൊണ്ട് ആ റിസ്ക് കേപ്പബിൾ അല്ല, അതേപോലെ റിട്ടേണും കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രൊജക്ട് ബിനെയും ക്യാൻസൽ ചെയ്യണം. ഇനി പ്രൊജക്ട് സി നോക്കുമ്പോൾ പ്രൊജക്ട് സിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലക്ഷം മതി, റിസ്ക്കും നോർമലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രൊജക്ട് സിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്യണം, പ്രൊജക്ട് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് വി ആർ കമ്പയറിങ് നമ്മളുടെ അടുത്ത് ഫണ്ട് എത്രത്തോളം അവൈലബിൾ ആണ്, ഓരോ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഫണ്ട് നീഡഡ് ആണെന്നുള്ളത് നോക്കണം. അതേപോലെ ദാറ്റ് ഈസ് ടെക്നിക്കലി ആ പ്രൊജക്ട്സ് നമുക്ക് ഫീസിബിൾ ആണോ എന്നുള്ളത് നോക്കണം. എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്, എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ഉണ്ടെന്നെല്ലാം അനലൈസ് ചെയ്യലാണ് ഏത് പ്രൊജക്ട് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊജക്ട് ഇവാലുവേഷൻ. പ്രൊജക്ട് ഇവാലുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ആഫ്റ്റർ സ്ക്രീനിങ് ദ പ്രൊജക്ട് ഐഡിയ ദ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഇവാലുവേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രൊപ്പോസൽ. നമ്മൾ ഈ സ്റ്റേജിൽ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാണ്. നമ്മൾ സെലക്ട് ചെയ്ത പ്രൊജക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നുണ്ട്, അതേപോലെ എല്ലാം കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യുക. അങ്ങനെ എന്തെല്ലാം വേരിയസ് ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേജിൽ അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ഡീറ്റെയിൽ. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീനിങ് ആണ്, ഇവിടെ എന്താണ് ഡീറ്റെയിൽ ഇൻഡെപ്ത് സ്റ്റഡി, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം ആ പ്രൊജക്റ്റിനെ പറ്റി. അതിനാണ് പ്രൊജക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കമ്പാരിസണും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സ്റ്റേജിൽ ചെയ്യുന്നു, പ്രൊജക്ട് ഇവാലുവേഷൻ സ്റ്റേജിൽ ചെയ്യുന്നു. ഓക്കെ, അവിടെ നോക്കുക. ആഫ്റ്റർ സ്ക്രീനിങ് ദ പ്രൊജക്ട് ഐഡിയാസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രൊപ്പോസൽ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഓരോ പ്രൊജക്റ്റിനെയും പ്രോഫിറ്റബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ദിസ് ഇൻവോൾവ്സ് 2 steps. ഈ പ്രൊജക്ട് ഇവാലുവേഷനിൽ 2 steps ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഫ്ലോ. നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസ് ചെയ്യണം. എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട്, അതിന് എത്രത്തോളം ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യുക. സെക്കൻഡ് വൺ, സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ക്രൈറ്റീരിയ ടു ജഡ്ജ് ദ ഡിസൈറബിലിറ്റി ഓഫ് ദ പ്രൊജക്ട്. നമുക്ക് വേരിയസ് ക്രൈറ്റീരിയ ഉണ്ടാവും ജഡ്ജ് ചെയ്യാൻ, ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ വൺ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി വേരിയസ് ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിന് ഏറ്റവും സൂട്ടബിൾ ആവുന്ന ക്രൈറ്റീരിയ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫോർത്ത് വൺ പറയുന്നത് പ്രൊജക്ട് സെലക്ഷൻ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, 3-4 പ്രൊജക്റ്റിനെ വെച്ച് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രോജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇവാലുവേഷൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് ആൻഡ് അപ്രൂവ് ദ ബെസ്റ്റ് പ്രൊപ്പോസൽ ഓർ പ്രൊപ്പോസൽ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും നമുക്ക് സൂട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൊപ്പോസലിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനാണ് പ്രൊജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊജക്ട് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പ്രൊജക്ട് സെലക്ട് ചെയ്താൽ മാത്രം മതിയോ, അല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് നടപ്പിലാക്കണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആ പ്രൊജക്റ്റിന് എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത്. After the selection of the project or the finalization of the proposal, funds are allocated for them and the capital budget is prepared. Fund എന്ത് ചെയ്യണം, allocate ചെയ്തിട്ട് ബഡ്ജറ്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. In this way the projects are implemented. ഫണ്ട് എന്ത് ചെയ്യണം, ഫണ്ട് മുടക്കി ആ പ്രോജക്റ്റ് എന്ത് ചെയ്യണം, നടപ്പിലാക്കണം. This means that the proposal in the paper become reality. ഈ ഫോർത്ത് സ്റ്റെപ്പ് വരെ എന്താണ്, പേപ്പർ വർക്കാണ്. ആ പേപ്പർ വർക്കിനെ നമ്മൾ എന്താക്കി മാറ്റണം, റിയാലിറ്റി ആക്കി മാറ്റണം. ആ റിയാലിറ്റി ആക്കി മാറ്റുന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നൗ ദ പ്രൊജക്ട് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഫങ്ഷനിങ്. ഇപ്പം എന്താണ്, റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം, ഫങ്ഷൻസ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പെർഫോമൻസ് റിവ്യൂ. എന്താ ഈ പെർഫോമൻസ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം, പ്രൊജക്റ്റിനെ റിവ്യൂ ചെയ്യണം പീരിയോഡിക്കലി, അല്ലെങ്കിൽ മന്ത്ലി വൈസ് അല്ലെങ്കിൽ ക്വാർട്ടർലി വൈസ് ആ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ദാറ്റ് ഈസ് വെദർ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ പ്രൊജക്റ്റ് പോകുന്നത്, കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസും അതേപോലെ ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പാരിസൺ ചെയ്യണം. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ തന്നെയാണോ പ്രൊജക്റ്റ് പോകുന്നത്, വെദർ ദേ ആർ ഗോയിങ് ഇൻ എ റൈറ്റ് മാനറിലാണോ പോകുന്നത്, അത് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ട സ്റ്റേജാണ് ഏത്, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കുക, ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രൊജക്ട് ഇറ്റ്സ് പ്രോഗ്രസ് മസ്റ്റ് ബി റിവ്യൂഡ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്. ആ പ്രൊജക്റ്റ് എന്താണ് പ്രോഗ്രസ് എത്രത്തോളം വരുന്നുണ്ടെന്ന്, അവർ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്, ആ പ്രൊജക്റ്റ് എങ്ങനത്തോളം നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ദ ഫോളോ അപ്പ് ഓർ റിവ്യൂ ഈസ് മെയ്ഡ് ബൈ കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റ്സ്. നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫോളോ അപ്പും റിവ്യൂ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, കമ്പാരിസൺ ചെയ്യണം. ആക്ച്വലും എസ്റ്റിമേറ്റഡും ആയിട്ട് സ്റ്റാൻഡേർഡും ആയിട്ട് എന്ത് ചെയ്യണം, കമ്പാരിസൺ ചെയ്യണം. ഇനി എത്രത്തോളം ഡീവിയേഷൻ വന്നിട്ടുണ്ട്, വെറുതെ നമ്മുടെ പ്രൊജക്റ്റ് വന്നിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇഫ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് മെഷേഴ്സ് എടുത്തിട്ട് നമ്മളുടെ ട്രാക്കിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഓക്കെ, ദിസ് ഹെൽപ്സ് ടു മേക്ക് ദ കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ ഈ പീരിയോഡിക്കലി റിവ്യൂ അതുപോലെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് ക്ലിയർ ആയോ? സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ മെയിൻലി 6 സ്റ്റെപ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 6 P's ആണുള്ളത്. ഫസ്റ്റ് വൺ പ്രൊജക്ട് ജനറേഷൻ, project screening, then project evaluation, project selection, project execution and implementation, and final stage is performance review. Is that clear?